ആർക്കു വേണ്ടിയും ആരെയും നഷ്ടപ്പെടുത്താതിരിക്കുക. കാരണം ഒരാളും മറ്റൊരാൾക്ക് പകരമാവുകയില്ല. ഒരിക്കൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടുകയുമില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മരണത്തെക്കുറിച്ച് ചിന്തിച്ചവർ അതിനുശേഷം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ ജീവിതത്തെ ജയിക്കാൻ കെൽപ്പുള്ളവരാണ്. ആരുമില്ലാതായത് എല്ലാവരെയും നഷ്ടമായപ്പോഴല്ല, എല്ലാമായിരുന്ന ഒരാൾക്ക് പെട്ടെന്നൊരിക്കൽ നാം ആരുമല്ലാതായി എന്ന തിരിച്ചറിവിലാവണം ആൾക്കൂട്ടത്തിൽ പലരും ഒറ്റയ്ക്കായി തീരുന്നത്. ആരും നിങ്ങളുടെ കണ്ണുനീരിനെ കാണില്ല, ആരും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കില്ല, ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കില്ല. പക്ഷെ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും. അതാണ് ജീവിതം. മനസ്സിൽ കളങ്കമില്ലാത്തവരും സത്യസന്ധരുമാണ് നേരിട്ട് സത്യങ്ങൾ തുറന്നു പറയുന്നത്. എന്നാൽ സത്യങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങനെയുള്ളവർ എന്നും കണ്ണിലെ കരടായിരിക്കും. എത്ര തന്നെ പ്രതികൂലമായ സാഹചര്യത്തെയും അനുകൂലമാക്കാൻ നമ്മുടെ മനസ്സിന് കഴിയും. ഏതൊരു വ്യക്തിയുടെയും വിജയപരാജയങ്ങളെ നിയന്ത്രിക്കുന്നത് അവയോടുള്ള നമ്മുടെ സമീപനമാണ്. ജീവിതം ഒരു തമാശയാണ്. ഒന്നുമില്ലാതെ വരുന്നു, എല്ലാത്തിനും വേണ്ടി മത്സരിക്കുന്നു, അവസാനം ഒന്നുമില്ലാതെ തിരിച്ചു പോകുന്നു. ആർക്കും ആരെയും പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം കടൽ കണ്ടു എന്ന് പറയുന്നവരൊക്കെ കണ്ടത് തിരയും തീരവും മാത്രമാണ്. ജീവിതം മനോഹരമാക്കാൻ എപ്പോഴും മറ്റൊരാൾ വേണമെന്ന് മനസ്സ് വാശി പിടിച്ച് തുടങ്ങുന്നിടത്താണ് തോൽവിയുടെ ആദ്യ തുടക്കം. ആരെയും പ്രതീക്ഷിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കുക. സ്വഭാവമാണ് സൗന്ദര്യത്തേക്കാൾ മികച്ചത്, മനുഷ്യത്വമാണ് സമ്പത്തിനേക്കാൾ മികച്ചത്. എന്നാൽ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിനേക്കാൾ മികച്ചതായി ഒന്നുമില്ല. നിങ്ങളെ ചതിക്കുന്ന ആരോടും പ്രതികാരം ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. അവർ അതിൻ്റെ കർമ്മഫലം അനുഭവിച്ചേ തീരൂ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൺമുന്നിൽ വച്ച് തന്നെ നടക്കും. അവർ പറയുന്നതും ചെയ്യുന്നതും മാത്രമാണ് ശരിയെന്ന് കരുതുന്ന ചിലരുണ്ട്. അങ്ങനെയുള്ളവരോട് തർക്കിച്ചിട്ട് കാര്യമില്ല. കാരണം തങ്ങളാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ അവർ ഏതറ്റം വരെയും ന്യായീകരിച്ചു കൊണ്ടിരിക്കും. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം പണമോ വിദ്യാഭ്യാസമോ വായനാശീലമോ ലോകം ചുറ്റിയ പരിചയമോ അല്ല, മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത വിധം സംസാരിക്കാനും പെരുമാറാനും കഴിയുന്നതാണ്. നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത്. പകരം നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷത്തെയും നല്ലതാക്കി മാറ്റണം. അവിടെയാണ് നമ്മുടെ വിജയം. ഒഴിവാക്കാൻ പലരും കാണിക്കുന്ന അവഗണനയേക്കാൾ എത്രയോ നല്ലതാണ് ഒഴിഞ്ഞു തരണം എന്നൊരു വാക്ക്. പ്രതീക്ഷകളുമായി യാത്ര തുടരുമ്പോൾ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളുമായി ചിലർ വന്നേക്കാം. അപ്പോഴൊക്കെ നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് കേൾക്കുക. നിങ്ങളുടെ ആ പുഞ്ചിരിയിൽ ഉണ്ടാവണം തളരില്ല എന്ന മനോഭാവം. സ്വന്തം അനുഭവത്തിൽ നിന്നാണ് നാം പലരെയും മനസ്സിലാക്കേണ്ടത്, അല്ലാതെ മറ്റൊരാളുടെ നാവിൽ നിന്ന് ആരെയും മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നിടത്തോളം കാലം നാം എല്ലാവർക്കും പ്രിയപ്പെട്ടവരും നല്ലവരുമായിരിക്കും. എന്നാൽ നമുക്ക് വേണ്ടി നമ്മൾ എന്ന് ജീവിച്ചു തുടങ്ങുന്നുവോ അന്നു മുതൽ മോശപ്പെട്ടവരും കുറ്റക്കാരുമായി മാറുന്നു. അനുഭവിക്കുന്ന വേദനയോ കടന്നുപോകുന്ന അവസ്ഥകളോ പറഞ്ഞാൽ വേറൊരാൾക്കും മനസ്സിലാകില്ല എന്ന ചിന്തയിൽ നിന്നാണ് ഒരാളിൽ മൗനം പിറവികൊള്ളുന്നത്. ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും എളുപ്പമാണ്, പക്ഷെ ചേർത്ത് നിർത്താൻ അത്ര എളുപ്പമല്ല. കാരണം അത് നമ്മളെ മനസ്സിലാക്കിയവർക്ക് മാത്രമേ പറ്റൂ. മറ്റൊരാൾക്ക് വേണ്ടിയും നമ്മൾ മാറാതിരിക്കുക. നമ്മൾ എപ്പോഴും നമ്മളായിട്ട് മാത്രം ജീവിക്കുക. നഷ്ടപ്പെടുമെന്ന പേടികൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടി മാറാൻ തുടങ്ങിയാൽ പലതും നഷ്ടപ്പെടാൻ തുടങ്ങും.